ഒരാളെ ഒരേ കുറ്റത്തിന്റെ പേരിൽ 2 തവണ ശിക്ഷിക്കാനാവില്ല. റോഡ്നി ഹോളിംഗ്സെഡ് കൊല്ലപ്പെട്ട ദിവസവും ഏതാണെന്ന് എനിക്കറിയാം. അയാളുടെ യഥാർത്ഥ കൊലയാളി ആരാണെന്നും എനിക്കറിയാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. പോയി ഉറങ്ങ്. ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് ഞാൻ നാളെ വായിക്കുമ്പോ മനസ്സിലാവും. ഓ, ഇയാൾക്കെന്താന്ന് മുഴുവനും വായിച്ചാല്? കൊലയാളി ആരാണെന്ന് അദ്ദേഹം പറയാൻ പോവായിരുന്നു. ഇതാ ഡോക്ടർ. അല്ലടാ പൊട്ട. ഓ, രണ്ടും തുടങ്ങി. ഇന്നലെ രാത്രി ഇവിടെ ഒരു വലിയ സംഭവം നടന്നു. നമ്മുടെ ഷെപ്പേർഡ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ജോർജ് മരണപ്പെട്ടോ? ചിലപ്പോ ഹാർട്ട് അറ്റാക്കും ആയിരിക്കും. തനിക്ക് ഇവിടെ ഒരു സ്റ്റോറിക്ക് സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കി. കാരവാന്റെ ചുറ്റും കാരവാന്റെ അടിയിലും ഒക്കെ. കാരവാന്റെ അകത്ത് നോക്കിയായിരുന്നോ? അവിടെ നോക്കിയേക്കാം. ലില്ലി, നമ്മൾ ഇനി എന്ത് ചെയ്യും? ജോർജ് നമ്മളെ സ്നേഹിച്ചിരുന്നു. നമുക്ക് അദ്ദേഹം കുറെ കഥകൾ വായിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കേസ് തെളിയിച്ചിരിക്കും. നിങ്ങളുടെയൊക്കെ വിചാരം ഒരു കൊലപാതകം തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് ആകുമെന്നാണോ? നിങ്ങൾക്കറിയോ, ചിന്തിക്കാൻ പോലും ശേഷിയില്ലാത്ത മണ്ടന്മാരെ മനുഷ്യരെന്താ വിളിക്കാറെന്ന്? ആടുകളെന്ന്. അവൻ നിന്നെ കുറിച്ചാ പറയുന്നത്. ഞാൻ ജോർജിന്റെ ലോയർ. മിസ്റ്റർ ഹാർഡി ബാക്കി വെച്ചത് $30 million ആണ്. അപ്പൊ അതാണ് മോട്ടീവ്. വിൽപത്രത്തിൽ പറയുന്ന ആളുകൾ തന്നെയായിരിക്കും സസ്പെക്ട്. നീ വേറെ നല്ല വിൻഡോ ഉണ്ടോന്ന് പോയി നോക്ക്. ഞാൻ അകത്തോട്ട് പോവാണേ. അവനിപ്പോ എന്തിനാ ട്രക്കും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ? ഞാൻ ആലോചിക്കുന്നതാണോ നീ ആലോചിക്കുന്നത്? എനിക്ക് ഇടിക്കണം, എനിക്ക് ഇടിച്ചു പൊളിക്കണം. നിൽക്ക്. നമ്മൾ ഇത് തീരുമാനിച്ചതല്ലേ? ശക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ നമ്മൾ ഇടിച്ച് പൊളിക്കാൻ പാടില്ല. ജോർജിന്റെ മകൾ അവൾ അന്ന് രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് തനിക്ക് വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇത് വെറും ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എന്റെ കൂടെ വാ. ആടുകളാണോ? അല്ല, മുട്ടനാടുകളാണ്. റിയൽ വേൾഡ് പുസ്തകങ്ങളെക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ്. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. മോപ്പിൾ, ഇതെന്താ ഇത്? റോഡാണെന്ന് തോന്നുന്നു. ഇത് എന്തുകൊണ്ടുണ്ടാക്കിയതാ? എന്തായാലും പുല്ലല്ല, അത് ഉറപ്പാ.